ഇത് കേരള വണ്ടിയാ? ഒറിജിനൽ കേരള വാഹനം, വെറും 35,000 കിലോമീറ്റർ ഓടിയ വാഹനം. ഇത് നിങ്ങളോട് ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് ഒരു സൂചന അല്ല, ഒരു അറിവ് കൂടി ഞങ്ങൾ പറഞ്ഞു തരികയാണ്. ഈ മോഡൽ വാഹനങ്ങൾക്ക് കമ്പനി പമ്പർ ടു പമ്പർ ഇൻഷുറൻസ് കൊടുക്കും. നിലവിൽ ഈ വാഹനത്തിന് പമ്പർ ടു പമ്പർ ഇൻഷുറൻസ് ഉണ്ട്. പക്ഷേ അതിൽ IDV വാല്യൂ എത്രയാണ് കാണിച്ചത്? വെറും 8 ലക്ഷത്തി സംതിങ് രൂപ. അപ്പൊ നിങ്ങൾ അത് ഒരിക്കലും അത് വക വെച്ച് കൊടുക്കരുത്. ഈ പോലുള്ള വാഹനം 33 ലക്ഷം രൂപ കൊടുത്ത് വാഹനം വാങ്ങുമ്പോൾ വെറും 8 ലക്ഷം രൂപ അതിനൊക്കെ വാല്യൂ കാണിച്ചു കഴിഞ്ഞാൽ ക്ലെയിം ചെയ്യുമ്പോൾ റിജക്ട് ആവും. അവൻ ഈ ഒരു ഹെഡ്ലൈറ്റ് മാറണമെന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപന്റെ അടുത്ത് നിങ്ങൾക്ക് അതിന്റെ ടാക്സും അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ വരും. അപ്പൊ നിങ്ങൾ ഏകദേശം അത്രയും വരും. അപ്പൊ നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. അങ്ങനെ ഈ ഒരു വാഹനം കമ്പനി പോയപ്പോ അത്രയും വലിയൊരു കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ചെക്ക് ചെയ്തിട്ട് ഒഴിവാക്കിയ വാഹനമാണ് കമ്പനിന്ന്. അപ്പൊ നമ്മൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാതെ പുറത്തുനിന്ന് കസ്റ്റമർ ക്ലെയിം ചെയ്തിട്ടാണ് വണ്ടി വാങ്ങിച്ചു വെച്ചിട്ടുള്ളത്. വണ്ടിയിൽ നിങ്ങൾക്ക് 35,000 കിലോമീറ്റർ ജെനുവിൻ സർവീസ് ഹിസ്റ്ററി ഉണ്ട്. KL14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങനെ വീണ്ടും RB മോട്ടോഴ്സിലാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുന്നത് 7 സീറ്റർ വാഹനങ്ങളാണ് കേട്ടോ. ഇന്നോവ ഉണ്ട്, ക്രിസ്റ്റ ഉണ്ട്, അതുപോലെ തന്നെ മറാസോ, ബൊലേരോ ഒക്കെ ഉണ്ടല്ലേ. അപ്പൊ ഇവിടെ എന്നോട് ഉള്ളത് ഷമീർ ഭായി ആണ്. എന്തൊക്കെയുണ്ട്? അടിപൊളി കച്ചവടം എന്തുപാട്? പൊളി കച്ചവടം. ഓണം ഓഫറിൽ നമുക്ക് റേറ്റ് പൊട്ടിച്ച് അങ്ങോട്ട് കൊടുക്കാൻ എല്ലാ വണ്ടികളും കൊടുക്കാൻ പറ്റും. നിങ്ങൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോട്ടെ. നല്ല പ്രൈസിന് ഓണം ഓഫർ ആയിട്ട് സമീർ ഭായി തരും. അതെ, കഴിഞ്ഞ വീഡിയോ നമുക്ക് കത്തി കയറിന്റെ ഡബിൾ പവറിലാണ് നമുക്ക് ഈ വീഡിയോ വന്നിട്ടുള്ളത്. അത്രയും സ്റ്റോക്ക്, ബൾക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഓണം പ്രമാണിച്ച് ബൾക്ക് സ്റ്റോക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. അതേ പൊട്ടിച്ചിട്ട് നമുക്ക് ബൾക്ക് സ്റ്റോക്കിനായിട്ട് സ്റ്റോക്ക് ഔട്ട് ചെയ്യാം. അത്രയും വണ്ടികൾ സ്റ്റോക്ക് കയറിയുണ്ട്. റിഡ്സുകളൊക്കെ 3 വാഹനങ്ങൾ സ്റ്റോക്ക്, ക്രിസ്റ്റകളുണ്ട്, ഇന്നോവകളുണ്ട്. അപ്പൊ നമ്മുടെ ലൊക്കേഷൻ വന്നുള്ള ഒരുപാട് ആളുകൾ ലൊക്കേഷൻ ചോദിക്കുന്നുണ്ട്. ലൊക്കേഷൻ വന്നിട്ടുള്ള മലപ്പുറം ജില്ലയിൽ വണ്ടൂരാണ് RB മോട്ടോഴ്സ് ഉള്ളത്. വണ്ടൂര് പെരിന്തൽമണ്ണ റോഡിൽ 2 കിലോമീറ്റർ, ടൗണിൽ നിന്ന് 2 കിലോമീറ്റർ. നിങ്ങൾക്ക് തൃശ്ശൂർ ഊട്ടി റോഡാണ് നമ്മുടെ റോഡ്. ഏത് സമയത്തും ഇവിടെ അല്ല, കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വീഡിയോയിൽ നമ്പർ ഉണ്ടല്ലോ. വീടിന്റെ താഴെ നമ്പർ 3 നമ്പർ 2 നമ്പർ കൊടുക്കുന്നുണ്ട്. അതിലെ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയക്കാം. എല്ലാ അല്ല, ഈ കോളിന്റെ എല്ലാ സമയവും കിട്ടണമെന്നില്ല. പല വണ്ടി കച്ചവടമാകുമ്പോൾ പല തിരക്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യാം? വാട്സപ്പ് ആയിട്ട് പോയാൽ മതി. അതിനുള്ള റീപ്ലൈ നിങ്ങൾക്ക് അതർ സ്റ്റേറ്റ് വണ്ടികൾ, ഡൽഹിയിലൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ, പ്രൈവറ്റ് വാഹനങ്ങൾ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതല്ല, ഡൽഹിയിൽ തന്നെ, ഡൽഹി അതുപോലെ തന്നെ ബോംബെ, നിങ്ങൾക്ക് അങ്ങനെ ഏത് സംസ്ഥാനത്തും നല്ല ക്വാളിറ്റി ഉള്ള പ്രൈവറ്റ് വണ്ടികൾ അവിടെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി ടാക്സി വണ്ടികൾ വേണമെങ്കിൽ റേറ്റ് കുറച്ചിട്ട് ടാക്സി വണ്ടികൾ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ അതിനൊക്കെ വിളിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തോളൂ. അപ്പൊ നിങ്ങൾക്ക് അതിനുള്ള ഫോട്ടോ കാര്യങ്ങളൊക്കെ അയച്ചു നിങ്ങൾക്ക് വണ്ടിയൊക്കെ ഓക്കെ ആണെങ്കിൽ വണ്ടി പേയ്മെന്റ് തീർത്താം. നിങ്ങൾക്ക് ഇവിടെ കൊടുന്ന് നമുക്ക് ലാഭം തരാതെ തന്നെ നിങ്ങൾക്ക് അവിടെ റെഡി പേയ്മെന്റ് ഉണ്ടെങ്കിൽ അവിടെ തരാൻ പറ്റും. അങ്ങനെ മൂപ്പര് തരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% വിശ്വാസത്തിൽ മൂപ്പരെ ഏൽപ്പിക്കുക. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ നമ്മൾ എടുക്കുന്ന വാഹനങ്ങൾ തന്നെയാണ്. പക്ഷെ നമ്മൾ മുതൽ മുടക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ബെനിഫിറ്റ് വേണ്ടുള്ളൂ. അല്ല, ഇപ്പൊ ഒരു ഡൽഹിയിൽ പോയിട്ട് നമ്മൾ ഡയറക്റ്റ് ഒരാൾ പോയിട്ട് അങ്ങനെ എടുക്കാൻ പറ്റൂല. പല ഉടായ്പ നടക്കുന്നതാണ്. ഒരു കാര്യം കൂടി നമ്മൾ പറയാണ്ട്, ഡൽഹിയിലൊക്കെ വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് NCRന്റെ അകത്ത് NOC കിട്ടാത്ത 100% വണ്ടികൾ ഉണ്ട്. അപ്പൊ അതിലൊന്നും പെട്ടുപോയിട്ട് വരരുത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഡൽഹി പോയപ്പോ 2 ആളുകളുടെ ഫണ്ട് മുടങ്ങി പെട്ടുപോയിട്ടുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കണം. അപ്പൊ ഇങ്ങനെ ഒരാള് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണ്. കാരണം പിന്നെ ഫണ്ട് മുടക്കാനുള്ള ആളുകളാണെങ്കിൽ ധൈര്യപ്പെട്ട് നിങ്ങൾക്ക് ഒരു വലിയൊരു എമൗണ്ട് നിങ്ങൾക്ക് അവിടെ സേവ് ചെയ്യാം. അതെ, കാരണം ഇവിടെ അഡ്രസ് ഉണ്ടല്ലോ, ഏറ്റവും വലിയ ഷോറൂം ഉണ്ടല്ലോ ഇവിടെ, പിന്നെ നോക്കാനില്ല, ധൈര്യത്തിന് ഏറ്റവും കൂടുതൽ പെടുന്നത് NOCയിലാണ്. അതെ. അപ്പൊ കൂടുതൽ സംസാരിച്ച് ലാഗടിപ്പിക്കണ്ട, നമുക്ക് ഓരോ വണ്ടികളായിട്ട് കാണിച്ചു കൊടുക്കാം. അപ്പൊ കേരള രജിസ്ട്രേഷൻ 3,90,000 രൂപ ഫൈനൽ റേറ്റിന് കൊടുക്കും. ആൾട്ടോ കാറിന്റെ പ്രൈസ്. അതും 2.5 ലക്ഷം രൂപന്റെ ഫിറ്റിംഗ്സും വണ്ടിയിലുണ്ട്. ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ, 2.5 ലക്ഷം രൂപന്റെ ഫിറ്റിംഗ്സ്, എക്സ്ട്രാ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഈ ഒരു വാഹനം നിങ്ങൾക്ക് വെറും 3,90,000 രൂപ 390 കൊടുക്കും. അതും 8 സീറ്റ് വാഹനമാണ്. എല്ലാ ഭാഗം പേപ്പർ ഭാഗങ്ങളെല്ലാം ക്ലിയർ ആണ്. 8 സീറ്റ് RC. മെക്കാനിക് ഒക്കെ പെർഫെക്റ്റ്. എല്ലാ ഭാഗം ക്ലച്ച് ഡിസ്ക് ഇപ്പൊ പുതിയത് മാറി. അതുപോലെ തന്നെ ഓയിലും ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. ഫ്രണ്ടിൽ 2 പുതിയ ടയർ, ഒരു 90% ടയർ ഉണ്ട്. ബാക്കിൽ ഹാഫ് കണ്ടീഷന്റെ താഴെയാണ്. വണ്ടി മെയിൻ ക്വാളിറ്റിയാണ്. ഉള്ളൊക്കെ നല്ല അടിപൊളി രീതിയിൽ മാറിയിട്ടുണ്ട്.
ഒരു ആൾട്ടോ കാറിന്റെ പൈസക്ക് ഒരു ഇന്നോവ കാർ അതും ടൈപ്പ് 4 ഒക്കെ ചെയ്ത വണ്ടിയാണ്. ഫ്രണ്ട് ഗ്രില്ല്, ഹെഡ്ലൈറ്റ്, ടൈലൈറ്റ് ഇതൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഉള്ളില് അലോയില് ഇന്റീരിയർ ഒക്കെ നല്ല അടിപൊളി ലെതർ റൂഫ് ഒക്കെ നല്ല നേക്കിൽ ചെയ്തിട്ടുണ്ട് അവർ. അതെ അതെ ഓക്കെ. അപ്പൊ വേണമെങ്കിൽ നോക്കിക്കോളൂ കേട്ടോ. 2010 മോഡല് 10 ഡിസംബർ. ഓക്കെ. ഇതൊക്കെ ഇന്റർകൂളർ എഞ്ചിൻ വരുന്നതാണ്. മോഡൽ കുറഞ്ഞ വണ്ടി കണ്ടാൽ ആരും പറയില്ല. ടൈപ്പ് 4 ആക്കി പിന്നെ അലോയ്സ് ഒക്കെ വി ആണ് ഓപ്ഷൻ. വി ആണ്. ഫുൾ ഓപ്ഷൻ. ഡുവൽ എയർ ബാഗ്, ABS. ഇത് 8 സീറ്റ്, കമ്പനി 8 സീറ്റ്. ഓക്കെ. ചെറിയ എമൗണ്ടിൽ നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം. 5,20,000 രൂപ. 5,20,000. ഓക്കെ. 2010 മോഡല് ഓപ്ഷൻ വരുന്നത് ഫുൾ ഓപ്ഷൻ വി ഓപ്ഷൻ. വി ആണ്. എയർ ബാഗ്, ABS, അലോയ് വീല്, ബാക്ക് വൈപ്പർ, ഡീഫോഗർ, എല്ലാ ഭാഗം ഫിറ്റ് ആണ്. തട്ടുമുട്ട് വരക്കൊന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടിയല്ല. ഓക്കെ. 5,20,000 വണ്ടി 20 ചോദിക്കുന്നത്. വണ്ടി വില കുറച്ച് കൊടുക്കുന്നത്. നിങ്ങൾ ഇവിടെ വന്ന് ചെക്ക് ചെയ്ത് പറ്റുന്നുണ്ടെങ്കിൽ വില പിന്നെ കുറച്ച് കേട്ടോ. അപ്പൊ ബാണം വിളിച്ചോ. ഈ റൂഫ് ബ്ലാക്ക് സ്റ്റിക്കർ ഒട്ടിച്ചതല്ല, ഡബിൾ കളർ രസമുണ്ട് കാണാൻ. അതെ അതെ, കാണുമ്പോ ഒരു ബക്കത്തുണ്ട്. ഒറിജിനൽ കേരള വണ്ടിയാണ്. 2010 മോഡൽ ലാസ്റ്റ് മോഡൽ. ഓക്കെ. ഫുൾ പേപ്പർ നമുക്ക് പുതിയത് എടുത്തിട്ട് 4.25 ലക്ഷം രൂപ കൊടുക്കാം. 4.25 എടുത്തു കൊടുക്കാം. 5 വർഷത്തെ പേപ്പർ അടക്കം. ടെൻഷൻ വേണ്ട. ഓക്കെ. വണ്ടി എന്ത് പാട്? മെക്കാനിക്കൽ ഫുൾ ഫിറ്റ് ആണ്. ക്ലച്ച് ഡിസ്ക് ഒക്കെ മാറി. ലെതർ സീറ്റ് കവർ ഉണ്ട്. ഓക്കെ. ടയർ 2 പുതിയത്, 2 ഒരു 90%. ഓക്കെ. ഇൻഷുറൻസ് പുതിയത്, ടാക്സ് പുതിയത്, ടെസ്റ്റ് പുതിയത് ഒക്കെ എടുത്തിട്ട് 4.25 എല്ലാം എടുത്തിട്ട് 4.25 കൊടുക്കും. അല്ല ടെൻഷൻ വേണ്ട. അവരെ പേരിലോട്ട് മാറ്റി വേറെ ഒന്നും നോക്കാനില്ല. നമ്പർ നോക്കി ടൈപ്പ് 4 കൺവേർട്ട് ആക്കിയ വണ്ടിയാണ്. നമ്പർ നല്ല ഫാൻസി നമ്പർ ആണ്. 5533 ആണ് വരുന്നത്. ഏതാ G4 അല്ല, G4 ആണ്. വീന്റെ അലോയ് ചെയ്തിട്ടുണ്ട്. ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. അടിപൊളി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. എല്ലാ ഭാഗം നോക്കാനും ഫിറ്റ് ആണ്. അപ്പൊ ആവശ്യം കണ്ടു നോക്കോട്ടോ. ഓക്കെ. ഇത് എങ്ങനെയാണ് മോഡൽ? 2018 ഓട്ടോമാറ്റിക് ആണ്. 1,22,000 കിലോമീറ്റർ. ഒറിജിനൽ കേരള വാഹനമാണ്. ഒറിജിനൽ കേരള. ഫുൾ കമ്പനി ഹിസ്റ്ററി ഉണ്ട്. റീപ്ലേസ് ഒന്നുമില്ല. മേജർ ആയിട്ടുള്ള ഒന്നുമില്ല. ചെറിയ റീപ്ലേസുകളൊക്കെ സ്വാഭാവികം. ടയർ 2 പുതിയത്. സർവീസ് കഴിഞ്ഞതിന്റെ ബില്ലടക്കം വണ്ടിയിലുണ്ട്. നിലവിൽ 14 ലക്ഷം രൂപ ലോൺ ഉണ്ട് കസ്റ്റമറുടെ പേരിൽ. അത് നിർത്തി തരൂല, ചോദിക്കണ്ട. പുതിയ ലോൺ ഇട്ട് കൊടുക്കാൻ പറ്റും. ഫുൾ ഏകദേശം 90% ലോൺ ചെയ്യാം. ഫൈനൽ റേറ്റ് 16,90,000 രൂപ. 16,90,000 ഫുള്ള് ലോണിലും ചെയ്ത് കൊടുക്കാൻ ചിലപ്പോ സിബിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് ഒറിജിനൽ കേരള 2018 ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 16,90,000 ഫൈനൽ റേറ്റ്. 8 സീറ്റ് ഓട്ടോമാറ്റിക്. 8 സീറ്റ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഓട്ടോമാറ്റിക് കമ്പനി വരുന്ന വാഹനം. ഓക്കെ. അപ്പൊ ആവശ്യക്കാണെങ്കിൽ വേഗം വന്ന് നോക്കിക്കോട്ടോ. ചെയ്യലല്ലേ കാണാന്. ഈ ഗ്രേ കളറിൽ ഡാർക്ക് ഗ്രേ ആവുമ്പോ ബ്ലാക്ക് പോലെ തന്നെ ഡാർക്ക് ഒരു ലോ കിലോമീറ്റർ 64,000 കിലോമീറ്റർ ഓടിയ GX പ്ലസ് ഓട്ടോമാറ്റിക് ജെനുവിൻ സർവീസ്. 19 മോഡൽ മുതൽ 25 ഫെബ്രുവരി വരെയുള്ള PDF സർവീസ് കസ്റ്റമർക്ക് ആദ്യം എടുത്തു കൊടുക്കുക. സർവീസ് പക്ക എന്ന് പറയുന്നത് പറയുമ്പോ ഒരു സർവീസ് 19, അടുത്ത സർവീസും 19, അടുത്ത സർവീസ് അങ്ങനെ 20, 30, 19, 20, 21, 22, 23, 24, 25 അങ്ങനെ പീരിയോഡിക് ആയിട്ടുള്ള സർവീസ് മൊത്തം പ്രോപ്പർ ആയിട്ട് പോയെങ്കിൽ മാത്രമേ നമ്മൾ പക്കാ സർവീസ് എന്ന് പറയുള്ളൂ. അതേപോലുള്ള വാഹനം. ഒരൊറ്റ സർവീസ് പോലും പുറത്തുനിന്ന് ചെയ്തിട്ടില്ല. റീ ചെയ്ത വാഹനമാണ്. ഹിസ്റ്ററി നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കും. ഇട്ടിട്ട് എന്നിട്ട് നമുക്ക് കസ്റ്റമർക്ക് ഹാപ്പി ആയിട്ട് മാത്രം എടുത്താൽ മതി. 19 മോഡല് വണ്ടിക്ക് നമ്മൾ ഇന്ന് മാർക്കറ്റിൽ 20 ലക്ഷത്തിന്റെ മുകളിൽ വില വന്നിട്ടുള്ള വാഹനം. 19 GX പ്ലസ് ഓട്ടോമാറ്റിക്. എല്ലാം വരും. മിറർ ഫോൾഡിങ് എല്ലാം വരും. 360 ക്യാമറ, സ്റ്റെപ്പ്, സ്റ്റാരിംഗ് കൺട്രോള്, ക്രൂസ് കൺട്രോള്, കമ്പനി തന്നെ എല്ലാം വരുന്ന വാഹനം. 360 ആകുമ്പോ ഫ്രണ്ടും ബാക്കും ഒക്കെ ക്യാമറ, സൈഡൊക്കെ ക്യാമറ. ഈ ഒരു വാഹനം നമുക്ക് ഇന്ന് ഓഫർ റേറ്റ് 17 ലക്ഷം രൂപ കൊടുക്കാം. 17 ലക്ഷം രൂപയില് നമുക്ക് 13 ലക്ഷം വരെ ലോൺ. 2019 ഓട്ടോമാറ്റിക് വണ്ടി ലോ കിലോമീറ്റർ കമ്പനി ഗ്യാരണ്ടിയിൽ കൊടുക്കാം. കമ്പനിക്ക് കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് കിലോമീറ്റർ തെറ്റാണെന്ന് പറഞ്ഞാൽ നമ്മളെ വണ്ടി റിട്ടേൺ എടുക്കും. ഫുൾ ഗ്യാരണ്ടി. വന്ന ചെലവ് നിങ്ങൾ കൊടുക്കും. അങ്ങനെയുള്ള അപ്പൊ വാങ്ങാൻ വിളിച്ചോ. മഹീന്ദ്രന്റെ XUV. ഇത് W8
ഫുൾ ഓപ്ഷന്. അതും 2012 ലാസ്റ്റ് മോഡല്, തേർഡ് ഓണർഷിപ്പ് ആണ്. 1.5 ഓടിയിട്ടുണ്ട്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. റീപ്ലേസ് ഒന്നുമില്ല. 8 സീറ്റ് വണ്ടിയാണെന്ന് മാത്രമല്ല 8 എയർ ബാഗ് ഉണ്ട്. എയർ ബാഗ്, ABS, അലോയില്, ബാക്ക് വൈപ്പർ, ഡിഫോഗർ, ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ വാഹനം നമുക്ക് ഇന്ന് ഓഫർ 4.25 ലക്ഷം രൂപ കൊടുക്കാം. 4.25 ലക്ഷം രൂപ. XUV കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. കറക്റ്റ് സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് വന്നാൽ സൺപ്രൂഫ് ഉള്ള XUV. ഫൈനൽ റേറ്റ് 6.95 ഫൈനൽ ആയിട്ട് കൊടുക്കാം. 15 ലാസ്റ്റ്. W10. ഒരു മേജർ ആക്സിഡന്റോ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. സൺറൂഫ് ഉള്ള വണ്ടി. ഇന്ന് കേരളത്തിൽ ഈ റേറ്റിന് വണ്ടി ഇല്ല. അതും ഓൾ വീൽ ഡ്രൈവ് ആണ്. ഹൈ ക്വാളിറ്റി വണ്ടി. ലെതർ സീറ്റ്, സൺറൂഫ്, 10 എയർ ബാഗ്. W10 ഒന്നുമില്ല. ഓക്കെ, ഇതും സിൽക്കി ഗോൾഡൻ കളർ ആണ്. ഇവിടെ 3 വണ്ടി അവൈലബിൾ ആണ് കേട്ടോ. സിൽക്കി ഗോൾഡൻ കളർ വണ്ടി പോളിഷിലുണ്ട്. 4 വണ്ടി ഉണ്ട്. പൊതുവെ മാർക്കറ്റിൽ കിട്ടാൻ പ്രയാസമുള്ള പീസാണ് ഈ ഒരു കളർ. കുറെ ആൾക്കാർ തപ്പി നടക്കുന്ന ഒരു കളറാണ് ഇത്. ഇതെങ്ങനെയാണ് മോഡൽ? 15 മോഡല്, 15 ലാസ്റ്റ്. ഇപ്പൊ കേരളത്തിലോട്ട് നമ്പർ ആയ എല്ലാ പേപ്പറും ക്ലിയർ. വണ്ടി എടുക്കുന്ന കസ്റ്റമർക്ക് ഒന്നും ചെയ്യാനില്ല. പുതിയ സീറ്റ് കവർ G4 ആണ്. അലോയ് വീൽ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. അതും ഡുവൽ എയർ ബാഗ് കമ്പനി വരും 15-ന്. അതുപോലെ തന്നെ 7 സീറ്റർ വണ്ടിയാണ്. ഈ ഒരു വാഹനം ഇപ്പൊ നമ്മൾ സെക്കൻഡ് ഓണർ ആയിരുന്നു. ഇപ്പൊ നമ്മൾ വീട്ടിലോട്ട് നമ്പർ ആയപ്പോ തേർഡ് ഓണർഷിപ്പ് ആയി. 1,60,000 കിലോമീറ്ററാണ് മീറ്ററിൽ കാണിക്കുന്നത്. വണ്ടിയിൽ നമുക്ക് ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം. 8.90 8.90 ചോദിക്കുന്നത് ഫുള്ള് ലോൺ കൊടുക്കാം. മാക്സിമം വില പൊട്ടിച്ചു കൊടുക്കും കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ. 8,90,000 രൂപ. 15 സിൽക്കി ഗോൾഡ് പേപ്പർ എല്ലാ ഭാഗം ക്ലിയർ ഉള്ള വാഹനം നിങ്ങൾക്ക് വീട്ടിൽ വെറുതെ കൊണ്ടുപോകാം. ഫ്രീ ആയി. ഫുള്ള് ലോണിൽ പൈസ കൊടുക്കണ്ട. എങ്ങനെയാണ് മോഡൽ? 2015 ലാസ്റ്റ് മോഡല്. വി ഓപ്ഷൻ റീ ചെയ്ത വണ്ടിയാണ്. നമ്പർ ആയ വണ്ടി. 2015 നമ്പർ ആയ വാഹനം. സിൽക്കി ഗോൾഡിൽ ടൈപ്പ് 4 കമ്പനി തന്നെ വരുന്നതാണ്. ഡുവൽ എയർ ബാഗ്, ABS ഫുൾ ഓപ്ഷൻ ആകുമ്പോ പിന്നെ ഇതില് ഫുൾ ഓപ്ഷന്റെ മുകളിൽ Z എന്നുള്ള വേരിയന്റിൽ വരുന്ന അതേ വേരിയന്റ് വരുന്ന വാഹനമാണ്. ഡയമണ്ട് കട്ട് വീല്, ബോഡി സ്റ്റിക്കർ കമ്പനി വരുന്ന വാഹനമാണ്. എക്സ്ട്രാ ഫിറ്റ് ആഡ് ചെയ്തിട്ട് കൺവേർട്ട് ആക്കി. അതെ. ഇത് കമ്പനി തന്നെ വരുന്ന വാഹനമാണ്. 8 സീറ്റ് ആണ്. ഈ 2015 ലാസ്റ്റ് മോഡൽ. ഈ വാഹനം നമുക്ക് 9.5 ലക്ഷം രൂപ കൊടുക്കാം. IDV 9.5 ലക്ഷം രൂപ ഉണ്ട്. കിലോമീറ്റർ കറക്റ്റ് ആണ് നമുക്ക് രജിസ്ട്രേഷൻ ആയതുകൊണ്ട് പക്ക എന്ന് പറയാൻ പറ്റില്ല. മെക്കാനിക് ഒക്കെ ഫിറ്റ് വണ്ടി. എല്ലാ ഭാഗം ഫിറ്റാണ്. ക്വാളിറ്റി വാഹനമാണ്. ഇന്റീരിയർ ഔട്ട്സൈഡ് ഒക്കെ നല്ല ബോഡി ഷേപ്പ്. എവിടെ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. അത്രയ്ക്ക് പക്ക വണ്ടിയാണ്. അതുപോലെ തന്നെ ഈ സീറ്റ് കവർ ഉണ്ടല്ലോ, ബക്കറ്റ് സീറ്റ് ഒക്കെ നല്ല പക്ക നീറ്റിൽ ചെയ്തിട്ടുണ്ട്. ടയർ കണ്ടീഷൻ ഫ്രണ്ട് 2 പുത്തനാണ്. ബാക്കിൽ ഒരു ഹാഫ് കണ്ടീഷന്റെ മുകളിൽ ടയർ ഉണ്ട്. ലോൺ ആണെങ്കിൽ നമുക്ക് 8 ലക്ഷത്തിന്റെ മുകളിൽ ലോൺ ചെയ്യാൻ പറ്റും. ഒരു 1.5 ലക്ഷം 1 ലക്ഷം രൂപ മുടക്കിൽ 1 ലക്ഷം ഉണ്ടെങ്കിൽ ലോൺ തുറക്കാൻ പറ്റും. വണ്ടി 8 സീറ്റ് RC ഇൻക്ലൂഡ് ആയിട്ട് 8 സീറ്റ് വണ്ടി. വേണ്ട. ടാക്സിക്കാരൊക്കെ ഉണ്ടെങ്കിൽ നോക്കിക്കോളൂ. ടാക്സിക്കാർക്ക് സുഖമാണ്. ലൈഫ് ടാക്സ് ഉള്ള വാഹനമാണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് 5 വർഷത്തേക്ക് 15 കൊല്ലത്തേക്ക് ടാക്സ് വരുന്ന വാഹനമാണ്. അതെ. അപ്പൊ വേണമെങ്കിൽ വിളിച്ചോളൂ. അതെ, V6 BS6 എഞ്ചിന് വരുന്ന B6 ഓപ്ഷൻ വരുന്ന 1.5 വരുന്ന ഈ ഒരു വാഹനം ഈ 18 കിലോമീറ്റർ മൈലേജ് കിട്ടും. 20 മോഡൽ, 21 ഡെലിവറി, 21 രജിസ്റ്റർ. ഫുൾ കമ്പനി സർവീസ്. 1.5 ഓടിയിട്ടുണ്ട്. ഫുൾ ഹിസ്റ്ററി ഉണ്ട്. ഒരു ആക്സിഡന്റ്, റീപ്ലേസ്, ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. ഇൻഷുറൻസ് B2B ഇൻഷുറൻസ് ഉണ്ട്. കമ്പർട്ടുമ്പർ ഇൻഷുറൻസും ഉണ്ട്. അപ്പോൾ കസ്റ്റമർക്ക് ഒരു ടെൻഷനും വേണ്ട. ഇതുവരെയുള്ള സർവീസ് മൊത്തം ഷോറൂം എന്നാ ചെയ്തിട്ടുള്ളത്. ഓഫർ റേറ്റിന് 7.90 8.90 ലോൺ ചെയ്ത് കൊടുക്കാം. 1 ലക്ഷം രൂപ ഈ വണ്ടിന്റെ കൂടെ നിങ്ങൾക്ക് കൊണ്ടുപോകാം. സിബിലും ബാങ്കിങ് ഉണ്ടായാൽ മതി. ഒരു അത്ഭുതമായ ഒരു ഷോറൂമാണ് ഈ ഒരു ഞാൻ പറയുന്ന കാര്യങ്ങള്. റീപ്ലേസ് ഇല്ല എന്ന് പറഞ്ഞാൽ റീപ്ലേസ് ഉണ്ടാകൂല. ഗ്ലാസ് റീപ്ലേസ്, ഹിസ്റ്ററി ഉള്ള വാഹനങ്ങൾ മാത്രമേ അങ്ങനെ ഗ്യാരണ്ടി പറയൂ. ചിലപ്പോൾ വണ്ടിയുടെ മിററും പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളോട് പറഞ്ഞു തരും. തീർച്ചയായിട്ടും. അറിയാത്തവരാണെങ്കിൽ അത് വിഷയം. മഹീന്ദ്രന്റെ മറാഗോ 8 സീറ്റ് അല്ല 7 സീറ്റ്. 2018 W8 അല്ലെ M8 ഏറ്റവും ടോപ്പ് വേരിയന്റ്. ഫുള്ള് ഓപ്ഷൻ വണ്ടി. ഫുള്ള് ലോൺ ചെയ്തു. 8,50,000 ആണ് റേറ്റ് പറഞ്ഞേക്കുന്നത്. 8 ലക്ഷം രൂപ ഫൈൻ കൊടുക്കാം. 8 രൂപ കൊടുക്കാം ഫൈനൽ. 18 മോഡൽ. അതെ. 1.20 ഓടി. കറക്റ്റ് സർവീസ് ഹിസ്റ്ററി ഉണ്ട്. റീപ്ലേസ്, ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഫ്ലഡ് ഇല്ല. ഒരു വാഹനം നമുക്ക് ഓഫർ റേറ്റ് ആണ് 8 ലക്ഷം രൂപ. ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം. കുതിര പോലത്തെ വണ്ടിയല്ലേ?
കുതിരല്ല, ഹൈറ്റ് അടിപൊളി ഫോർച്യൂണറിന്റെ ഫോർച്യൂണറിന്റെയും മുകളിൽ വരുന്ന വണ്ടിയാണ്. അതായത് ഫോർഡ് എൻഡോവർ. ഈ വാഹനം ആൾക്കാർ കമന്റിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങളെ ഫാമിലിയിലോ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഇങ്ങനത്തെ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു. അതെ, ഈ ഒരു വാഹനം ഇതിപ്പോ ചെറിയൊരു മറ്റേ കംപ്ലൈന്റ് ഒക്കെ ഉള്ള വണ്ടിയാണ്. ഒരു ഓയിൽ കൂളർ, ഒരു 10-25,000 രൂപ ചെലവുണ്ട്. ABS സെൻസർ കംപ്ലൈന്റ് ഉണ്ട്. ഇതിന്റെ 44,000 കിലോമീറ്റർ ഓടിയ ജെനുവിൻ ആണ്. 16 മാനുഫാക്ചർ ആണ്. 17 കേരളത്തിലെത്തി നമ്പറായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. ഇപ്പൊ 40ന്റെ സർവീസ് 38 മൂവാറ്റുപുഴ ഷോറൂമിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 44,000 ഓടിയിട്ടുണ്ട്. ടയർ 4 പുതിയതാണ്. ഈ ഒരു വാഹനം നിങ്ങൾക്ക് ഇന്ന് ഡൽഹിയിലും ബോംബെയിലൊക്കെ നിങ്ങൾ അവിടെ കൊണ്ടുപോയി പോയിട്ട് 44,000 വണ്ടി ഓടിയ വണ്ടിക്ക് നിങ്ങൾ അവിടെ കൊടുക്കേണ്ട വില 16,80,000 18 ലക്ഷം രൂപ എടുത്തു. ഇവിടെ 16,75,000 കൊടുക്കാൻ പറ്റും. ഫുൾ പേപ്പർ ക്ലിയർ ആണ്. ഇത് പുതിയ ഇൻഷുറൻസ് ഉണ്ട്, പുതിയ ബാറ്ററി ഉണ്ട്. ഈ ഒരു വാഹനം നമുക്ക് കേരളത്തിലെ നമ്പർ ആയതുകൊണ്ട് ടെൻഷൻ ഇല്ല. ലോണും കാര്യങ്ങളൊക്കെ 17 ലക്ഷം രൂപ ഐഡിയുള്ള ഇൻഷുറൻസ് എടുത്തിട്ട് കസ്റ്റമർക്ക് നമുക്ക് 16,75,000 കൊടുക്കാം. കസ്റ്റമർക്ക് ഈ ഒരു വില കേട്ടാൽ തന്നെ കസ്റ്റമർ പാഞ്ഞു വന്ന് കൊണ്ടുപോകും. ഇത് 2.3 ആണ്. 2.3 ടൈറ്റാനിയം പ്ലസ് പനോരമിക് സൺറൂഫ് അടക്കം വരുന്ന വാഹനം. അതെ, ബ്ലാക്ക് എഡിഷൻ. 10 കിലോമീറ്റർ. ഇന്നോവ ക്രിസ്റ്റ ആണ്. K58 ആണ്. തലശ്ശേരി റൈസനിലാണ് വണ്ടി നിൽക്കുന്നത്. ഇത് കേരള വണ്ടിയാ? ഒറിജിനൽ കേരള വാഹനം. വെറും 35,000 കിലോമീറ്റർ ഓടിയ വാഹനം. ഇത് നിങ്ങളോട് ഒരു കാര്യം കൂടി, നിങ്ങൾക്കൊരു സൂചന അല്ല, ഒരു അറിവ് കൂടി ഞങ്ങൾ പറഞ്ഞു തരികയാണ്. ഈ മോഡൽ വാഹനങ്ങൾക്ക് കമ്പനി പമ്പർ ടു പമ്പർ ഇൻഷുറൻസ് കൊടുക്കും. നിലവിൽ ഈ വാഹനത്തിന് പമ്പർ ടു പമ്പർ ഇൻഷുറൻസ് ഉണ്ട്. പക്ഷേ അതിൽ IDV വാല്യൂ എത്രയാണ് കാണിച്ചത്? വെറും 8 ലക്ഷത്തി സംതിങ് രൂപ. അപ്പൊ നിങ്ങൾ അത് ഒരിക്കലും അത് വക വെച്ച് കൊടുക്കരുത്. ഈ പോലുള്ള വാഹനം 33 ലക്ഷം രൂപ കൊടുത്ത് വാഹനം വാങ്ങുമ്പോൾ വെറും 8 ലക്ഷം രൂപ അതിനൊക്കെ വാല്യൂ കാണിച്ചു കഴിഞ്ഞാൽ ക്ലെയിം ചെയ്യുമ്പോൾ റിജക്ട് ആവും. അങ്ങനെ ഈ ഒരു ഹെഡ്ലൈറ്റ് മാറണമെന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപന്റെ അടുത്ത് നിങ്ങൾക്ക് അതിന്റെ ടാക്സും അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ വരും. അപ്പൊ നിങ്ങൾ ഏകദേശം അത്രയും വരും. അപ്പൊ നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. അങ്ങനെ ഈ ഒരു വാഹനം കമ്പനി പോയപ്പോ അത്രയും വലിയൊരു കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ചെക്ക് ചെയ്തിട്ട് ഒഴിവാക്കിയ വാഹനമാണ് കമ്പനിയിൽ നിന്ന്. അപ്പൊ നമ്മൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാതെ പുറത്തുനിന്ന് കസ്റ്റമർ ക്ലെയിം ചെയ്തിട്ടാണ് വണ്ടി വാങ്ങിച്ചു വെച്ചിട്ടുള്ളത്. വണ്ടിയിൽ നിങ്ങൾക്ക് 35,000 കിലോമീറ്റർ ജെനുവിൻ സർവീസ് ഹിസ്റ്ററി ഉണ്ട്. ഇൻഷുറൻസിലും ക്ലെയിം ചെയ്തിട്ടില്ല. കമ്പനിയിൽ കയറ്റിപ്പോ കമ്പനിയിൽ ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിട്ടതാണ്. ശ്രദ്ധിക്കണം. പമ്പർ ടു പമ്പർ ഇൻഷുറൻസ് എടുക്കുമ്പോൾ IDV മാക്സിമം കൂട്ടിയെടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവും. ഈ ഒരു വാഹനം 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഈ വാഹനം നമുക്ക് വരുന്ന വില 20 ലക്ഷത്തിന് രൂപന്റെ മുകളിൽ വില വന്നിട്ടുള്ള വാഹനമാണിത്. ഇപ്പൊ നമുക്ക് 18,90,000 രൂപ കൊടുക്കാം. 18,90,000 കൊടുക്കാം. ഇത് ഓപ്ഷൻ വരുന്നത് വി ഓപ്ഷനാണ്. ബട്ടൺ സ്റ്റാർട്ട്, അലോയ് വീല്, ബാക്ക് വൈപ്പർ എല്ലാം വരും. ക്ലൈമറ്റ് കൺട്രോൾ, AC, ടച്ച് സ്ക്രീൻ, റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ വരുന്ന ഒറിജിനൽ കേരള സിംഗിൾ ഓണർ ഫുൾ കമ്പനി ഹിസ്റ്ററി സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. ലാസ്റ്റത്തെ സർവീസ് ക്ലെയിം കമ്പനിയിൽ നിന്ന് ചെയ്തിട്ടില്ല. അവര് അത് റിജക്ട് ആക്കിയപ്പോൾ നമ്മൾ പുറത്തും ചെയ്തു. ജെനുവിൻ കിലോമീറ്റർ ആണ്, ജെനുവിൻ വാഹനമാണ്. അതെ.